ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്കായിട്ട് നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന വീണ്ടെടുക്കുന്ന ക്രിസ്തു, രൂത്ത്, എസ്തേർ പുസ്തകങ്ങളിലൂടെ ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് രൂത്ത് ആൻഡ് എസ്തേർ എന്ന പുസ്തകത്തിന്റെ 9ാമത്തെ ചാപ്റ്റർ എഗെയിൻസ്റ്റ് ഡേഞ്ചർ വിത്ത് ഫെയ്ത്ത്, അപായത്തിനെതിരെ വിശ്വാസപൂർവം എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇന്ന് ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളും കൂടി നമുക്ക് നോക്കാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എസ്തേറിന്റെ പുസ്തകം 4ാം അധ്യായമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ പഠന ഭാഗം, അല്ലെ? നമ്മൾ ആദ്യത്തെ ഭാഗത്ത് എസ്തേറിന്റെ പുസ്തകം 4ാം അധ്യായത്തിനൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു. ആ ഭാഗം തരുന്ന പ്രധാന സന്ദേശങ്ങളും ഉപദേശിച്ചു തരുന്ന ഭാഗങ്ങളും വ്യക്തമാക്കി തരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ളൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ നമ്മൾ 4 ഭാഗമായിട്ട് തിരിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. ആദ്യ ഭാഗം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ എന്തൊക്കെയായിരുന്നു? മൊർദെഖായിയുടെ ഖേദവും പ്രതികരണവും, ഗ്രീഫ് ആൻഡ് പ്രൊട്ടസ്റ്റ്. ഹാമാന്റെ രാജകീയമായിട്ടുള്ള ഒരു കൽപ്പന ലഭിക്കുന്ന ഉടനെ മൊർദെഖായിയുടെ പ്രതികരണമാണ് നമ്മൾ അവിടെ കണ്ടത്. ഈ ഒരു സംഭവത്തെ പറ്റി എസ്തേർ തന്റെ ബാല്യക്കാരത്തികളിലൂടെയും ഷണ്ടന്മാരിലൂടെയും ഒക്കെ ഈ വിവരം അറിഞ്ഞിട്ട് അതിനോട് പ്രതികരിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ച് രാജാവിന്റെ മുൻപിലേക്ക് ചെന്ന് നീ നിന്റെ ജനത്തിന് വേണ്ടി അപേക്ഷിക്കണം എന്ന മൊർദെഖായി പറയുമ്പോൾ എസ്തേറിനുണ്ടായ പ്രാഥമിക ഭയം, ഇനിഷ്യൽ ഫിയർ ആൻഡ് മൊർദെഖായിസ് ഫേം റെസ്പോൺസ്, ഇതാണ് നമുക്ക് 3ാമത്തെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. ഈ ഒരു ഭയത്തിന് എതിരെ മൊർദെഖായിയുടെ ശക്തമായ പ്രതികരണം നമുക്ക് കാണാൻ സാധിക്കും. അവസാന ഭാഗത്ത് വളരെ ധീരമായ, വിശ്വാസപൂർവമായ, ശക്തമായ ഒരു തീരുമാനത്തോടുകൂടി മുൻപോട്ട് പോകുന്ന എസ്തേറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു 4ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? വലിയ കരച്ചിലിലും നിലവിളിയിലും സംശയത്തിലും കലക്കത്തിലും ഒക്കെ ആരംഭിച്ച് വലിയ നിർണായകമായ വിശ്വാസത്തിന്റെയും അതിധീരമായ തീരുമാനത്തിലുമൊക്കെ അവസാനിക്കുന്ന ഒരു അധ്യായമാണ് 4ാം അധ്യായം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? ഇറ്റ് മൂവ്സ് ഫ്രം മോർണിംഗ് ആൻഡ് ഡേഞ്ചർ ടു കറേജ് ആൻഡ് ഡിസിസീവ് ഫെയ്ത്ത്. അതാണ് 4ാം അധ്യായത്തിന്റെ പ്രത്യേകത. അതിനുശേഷം 3ാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞത് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും അവരുടെ പങ്കുമൊക്കെയാണ് നമ്മൾ കണ്ടത്. എസ്തേറിന്റെ ജീവിതവുമായിട്ട് വെച്ച് നമ്മൾ പഠിച്ചു. മൊർദെഖായിയുടെ പ്രത്യേകതകൾ നമ്മൾ കണ്ടുപഠിച്ചു. അതോടൊപ്പം അന്ന് പാർസിയിൽ ഉണ്ടായിരുന്ന യഹൂദരുടെ ജീവിതവും അവരുടെ സ്വഭാവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി. അവസാന ഭാഗം, ഈ ഭാഗം നമുക്ക് നൽകുന്നതായിട്ടുള്ള കീ ലെസൺസ്, പ്രധാന പാഠങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡിങ് ഡിവൈൻ പ്രിപ്പറേഷൻ, ദൈവിക ഒരുക്കത്തെ പറ്റി മനസ്സിലാക്കുന്നതും, സ്റ്റാൻഡ് ഫോർ റൈറ്റ്യസ്നെസ്, സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടുക എന്നുള്ളതും, ദി പവർ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തിയെ പറ്റിയും, കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെ പറ്റിയും, ഈച്ച് ഓഫ് us ഹാസ് ബീൻ ഗിവൻ എ ഡിവൈൻ പേർപ്പസ്, നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവിക തെരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെയാണ് നമ്മൾ 4ാം അധ്യായത്തിലൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള പ്രധാന പാഠങ്ങൾ എന്നും കൂടി പറഞ്ഞാണ് നമ്മൾ ആ 4ാം അധ്യായം അവസാനിപ്പിച്ചത്. നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്, വാട്ട് ആർ ദ മെയിൻ മെസ്സേജസ് ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എസ്തേർ 4? എസ്തേർ 4ലെ പ്രധാന സന്ദേശങ്ങളും പ്രത്യേകതകളും മറ്റ് പ്രത്യേകതകളും എന്തൊക്കെയാണ്? പ്രധാന സന്ദേശങ്ങൾ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അത് 3 മാർക്കിന് വരെ ചോദിക്കാം. 3 പോയിന്റ് മാത്രം അതിന് എഴുതിയാൽ മതി. എന്തൊക്കെയാണ് എസ്തേർ 4ന്റെ പ്രധാന സന്ദേശങ്ങൾ? വിശ്വാസം, അപായ സമയത്തെ ധൈര്യം, ദൈവികമായ സമയജ്ഞാനം, ഫെയ്ത്ത്, courage in times of danger and understanding of divine timing. 3 മാർക്കിന് നമ്മൾ ഒരു പേജ് മുഴുവൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു 3 പോയിന്റ്സ് മാത്രം എഴുതിയാൽ തന്നെ ഈസി അവിടെ 3 മാർക്ക് സ്കോർ ചെയ്യാം. 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമായത് കേട്ടോ. വാട്ട് ആർ ദ മെയിൻ മെസ്സേജസ് ഓഫ് എസ്തേർ ചാപ്റ്റർ 4? ഇനിയും അതിന്റെ മറ്റ് പ്രത്യേകതകളും കൂടെ നമ്മളൊന്ന് ക്ലാസ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. എന്തൊക്കെയാണ് മറ്റ് പ്രത്യേകതകൾ? ഒന്ന്, ദൈവനിയോഗത്തിന്റെ പ്രാധാന്യം ഈ ഒരു അധ്യായം നമുക്ക് ഉപദേശിച്ചു തരുന്നു. ഇറ്റ് ടീച്ചസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡിവൈൻ കോളിംഗ്. 3, മൊർദെഖായിയുടെ നിലവിളിയും എസ്തേറിന്റെ നിശ്ചയവും ദൈവജനത്തിന്റെ രക്ഷയ്ക്കായുള്ള കരുതൽ വെളിപ്പെടുത്തുന്നു. ദൈവജനത്തിനെ പറ്റിയുള്ള രക്ഷയ്ക്കായുള്ള കരുതൽ എത്രമാത്രം ഉണ്ട് എന്ന് മൊർദെഖായിയുടെ നിലവിളിയിലൂടെയും എസ്തേറിന്റെ നിശ്ചയദാർഢ്യത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. മൊർദെഖായ്സ് ക്രൈ ആൻഡ് എസ്തേർസ് റെസല്യൂഷൻ റിവീൽസ് ഗോഡ്സ് കെയർ ഫോർ ദ ഡെലിവറൻസ് ഓഫ് ഹിസ് പീപ്പിൾ.
ഇനി നാലാമത് എന്താണ്? ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തോടു കൂടിയുള്ള പ്രവൃത്തിയുടെ മഹത്വം വലിയതാണ് എന്നീ അധ്യായം നമുക്ക് വ്യക്തമാക്കി തരുന്നു, നമുക്ക് കാണിച്ചു തരുന്നു. ദി ഇമ്പാക്ട് ഓഫ് ആക്ഷൻ വിച്ച് ഇസ് സപ്പോർട്ടഡ് ബൈ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ഇസ് പവർഫുൾ എന്നുള്ളതാണ് നാലാമത് ഈ അധ്യായം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇങ്ങനെ 4 പ്രത്യേകതകൾ നമുക്ക് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ എഴുതാൻ സാധിക്കും. ഒന്നാമത് എന്തൊക്കെയാണ്? പ്രധാന സന്ദേശങ്ങൾ ഏതൊക്കെയാണ്? വിശ്വാസം, അപായ സമയത്ത്, ഇത് ഓർത്തിരിക്കണം കേട്ടോ, ഇതൊക്കെ ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിശ്വാസം, അപായ സമയത്തെ ധൈര്യം, ദൈവീകമായ സമയജ്ഞാനം, ഫെയ്ത്ത്, കറേജ് ഇൻ ടൈംസ് ഓഫ് ഡേഞ്ചർ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിവൈൻ ടൈമിംഗ്. 2, ദൈവനിയോഗത്തിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് ഡിവൈൻ കോളിംഗ്. 3, മൊർദെഖായിയുടെ നിലവിളിയും എസ്തേറിന്റെ നിശ്ചയദാർഢ്യവും അത് ദൈവജനത്തിന്റെ രക്ഷയ്ക്കായുള്ള കരുതൽ വെളിപ്പെടുത്തുന്നു. മൊർദെഖായ്സ് cry and Esther's resolution reveals God's care for the deliverance of his people. 4, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തോടു കൂടിയുള്ള പ്രവൃത്തിയുടെ മഹത്വം വലിയതാണ് എന്നും കാണിച്ചു തരുന്നു. ദി ഇമ്പാക്ട് ഓഫ് ആക്ഷൻ വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ഇസ് പവർഫുൾ എന്നുള്ളതും നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം എസ്തേർ ചാപ്റ്റർ 4. ആദ്യത്തെ ഇൻട്രൊഡക്ഷന്റെ ഭാഗമൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തു. ഇനിയും 2 മൊർദെഖായ്സ്, ആ ഭാഗം തന്നെയാണ്. മൊർദെഖായ്സ് cry and Esther's resolve reveals what? മൊർദെഖായിയുടെ നിലവിളിയും എസ്തേറിന്റെ നിശ്ചയവും എന്താണ് വെളിപ്പെടുത്തുന്നത്? ദൈവജനത്തിന്റെ രക്ഷയ്ക്കായുള്ള കരുതലാണ് വെളിപ്പെടുത്തുന്നത്. എന്താണ്? ഇറ്റ് റിവീൽസ് ഗോഡ്സ് കെയർ ഫോർ ദ ഡെലിവറൻസ് ഓഫ് ഹിസ് പീപ്പിൾ. ദൈവജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലാണ് അത് വെളിപ്പെടുത്തുന്നത്. ഇനിയും ദി ഇമ്പാക്ട് ഓഫ് ആക്ഷൻ സപ്പോർട്ടഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ് ഇസ് പവർഫുൾ. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? ഡാഷ് ആൻഡ് ഡാഷ്, പിൻബലത്തോടു കൂടിയുള്ള പ്രവൃത്തിയുടെ മഹത്വം വലിയതാണ്. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തോടു കൂടിയുള്ള പ്രവൃത്തിയുടെ മഹത്വം വലിയതാണ്. ദ ഇമ്പാക്ട് ഓഫ് ആക്ഷൻ സപ്പോർട്ടഡ് ബൈ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇനി വിച്ച് ഇസ് ദ കീ വേഴ്സ് ഇൻ എസ്തേർ ചാപ്റ്റർ 4? എസ്തേർ 4-ലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്നുള്ളത് ഏതാണ്? എസ്തേർ 4-ാം അധ്യായം 16-ാം വാക്യം. എസ്തേർ ചാപ്റ്റർ 4 വേഴ്സ് 16. ഞാൻ നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ. ഇഫ് ഐ പെരിഷ് ഐ പെരിഷ് is the key verse in Esther chapter 4. Explain the grief and protest of Mordecai upon hearing Haman's royal decree. ഹാമാന്റെ രാജകീയ ഉത്തരവ് കേട്ടപ്പോൾ മൊർദെഖായിയുടെ ഖേദവും പ്രതിഷേധവും എപ്രകാരമായിരുന്നു എന്ന് വിവരിക്കുക. ഇതാണ് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. ഹാമാന്റെ രാജകീയ ഉത്തരവ് ലഭിക്കുമ്പോൾ മൊർദെഖായിയുടെ ഖേദവും പ്രതിഷേധവുമാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. Mordecai's grief and protest upon hearing Haman's royal decree for the extermination of the Jews is described in chapter 4 verse 1 to 4. എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? ഒന്ന്, ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടിലും അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Mordecai learns of Haman's decree. When Mordecai learns of Haman's decree, he tears his clothes, puts on a sackcloth and ashes and cries bitterly in the city. എന്താണ് മൊർദെഖായി ചെയ്യുന്നത്? തന്റെ വസ്ത്രം കീറി രട്ടുടുത്തു, അതായത് ചാക്കശീല ധരിച്ച് വെണ്ണീറിൽ കിടന്നു, നിലവിളിയോടുകൂടി പട്ടണത്തിൽ കൂടി നടന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? അദ്ദേഹം പട്ടണത്തിൽ രാജധാനിക്ക് സമീപം വരെ ചെല്ലുന്നു. എന്നാൽ രട്ടുടുത്തുകൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊർദെഖായിക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെയാണ് മൊർദെഖായി എന്ത് ചെയ്യുന്നത്? തന്റെ പ്രതിഷേധവും ഖേദവും അറിയിക്കുന്നത്. He puts on a sackcloth and sits in ashes. And Mordecai, clothed in sackcloth, comes near the royal palace, but he was not able to enter into the king's presence because he was wearing a sackcloth. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇനി Through whom did Mordecai send a message to Esther about Haman's plots? ഹാമാന്റെ ഗൂഢാലോചനകളെ കുറിച്ച് മൊർദെഖായി ആര് വഴിയാണ് എസ്തേറിന് സന്ദേശം അയച്ചത്? രാജ്ഞിയുടെ ഷണ്ടന്മാരിൽ ഒരാളായ ഹഥാക്ക് വഴിയാണ് എസ്തേറിന് ഹാമാന്റെ ഉപായം വിവരിച്ചുകൊണ്ടിട്ടുള്ള സന്ദേശം മൊർദെഖായി അയക്കുന്നത്. ത്രൂ വൺ ഓഫ് ദി ക്വീൻസ് യൂണക് നെയിംഡ് ഹഥാക്ക്. പേര് മറക്കരുത്, ഹഥാക്ക് എന്നുള്ളതാണ് കേട്ടോ. ഇനി What was the reason for Esther's initial fear? എസ്തേറിന്റെ പ്രാഥമിക ഭയത്തിന് കാരണം എന്തായിരുന്നു? എന്താണ്?
അവിടെ എസ്തേർ തിരിച്ചുള്ള റിപ്ലൈ ഇപ്രകാരമാണ്: രാജാവിനെ കാണാൻ ക്ഷണിക്കപ്പെടാത്തവർ അനുമതി കൂടാതെ അവന്റെ മുൻപിലെത്തിയാൽ മരണശിക്ഷ അനുഭവിക്കും. അടുത്ത 30 നാളിലേക്ക് എനിക്ക് അവിടേക്ക് കടന്നു ചെല്ലുവാനുള്ള അനുവാദമില്ല. Esther replies through Hathach that approaching the king without being called is punishable by death unless the king extends the golden scepter. രാജാവിന്റെ കയ്യിലിരിക്കുന്ന സ്വർണത്തിന്റെ ഇതുകൊണ്ട് നീട്ടിയില്ലെങ്കിൽ മരണശിക്ഷ അനുഭവിക്കും എന്നുള്ള ഒരു റൂൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് വളരെ മാനുഷിക ഭയം എസ്തേറിൽ ഉണ്ടാകുന്നത്. അതായത് തന്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു മാനുഷിക ഭയമാണ് അവിടെ എസ്തേറിൽ ഉണ്ടാകുന്നത്. എസ്തേർസ് ഹ്യൂമൻ ഫിയർ ആൻഡ് അവയർനെസ് ഓഫ് ദി ഡെഡ്ലി റിസ്ക്. അതുകൊണ്ടാണ് എസ്തേറിന് ആദ്യം ഇതിനെപ്പറ്റി മോർദെഖായി ആവശ്യപ്പെടുമ്പോൾ ഭയം ഉണ്ടാകുന്നത്. ഇനി explain the response of Mordecai to Esther's fear. എസ്തേറിന്റെ ഭയത്തോട് മോർദെഖായിയുടെ പ്രതികരണം എപ്രകാരമായിരുന്നു എന്ന് വിശദീകരിക്കുക. ഈ ഒരു ചിന്തയ്ക്ക് മോർദെഖായിയുടെ പ്രതികരണമാണ് നമുക്ക് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. Mordecai urges her not to think she will escape because she is in the palace. കൊട്ടാരത്തിലാകൊണ്ട് നീ രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ട എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുമ്പോഴും ഇത്തരം ഒരു കാലത്തിന് വേണ്ടിയാവാം നീ രാജ്ഞിയായത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ചിന്തകളെ ഉണർത്തുകയാണ് ഇവിടെ മോർദെഖായി ചെയ്യുന്നത്. Who knows whether you have come to the kingdom for such a time as this? മോർദെഖായിയുടെ ഈ വാക്കുകൾ വിശ്വാസം, വിധി, ദൈവീക ഉദ്ദേശം ഇതെല്ലാം എടുത്ത് കാട്ടി. ഫെയ്ത്ത്, ഡെസ്റ്റിനി ആൻഡ് ഡിവൈൻ പേർപ്പസ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതെല്ലാം എസ്തേറിന്റെ ധൈര്യത്തെ ഉണർത്തി എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോർദെഖായ്സ് വേർഡ്സ് ഓഫ് ഫെയ്ത്ത്, ഡെസ്റ്റിനി ആൻഡ് ഡിവൈൻ പേർപ്പസ് അവേക്കൻ എസ്തേർസ് കറേജ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് മോർദെഖായി എസ്തേറിന്റെ ഭയത്തോട് പ്രതികരിച്ചത്. നമുക്ക് 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഫ്രം വേഴ്സസ് 10 to 14 നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത ഭാഗമാണിത്. എക്സ്പ്ലെയിൻ ദ മേജർ ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ റോൾസ് ഇൻ എസ്തേർ 4. എസ്തേറിലെ 4 പ്രധാന കഥാപാത്രങ്ങളും അവരുടെ പങ്കും വിശദീകരിക്കുക. ആദ്യത്തെ ആൾ മറ്റാരുമല്ല, എസ്തേർ. എന്താണ് എസ്തേർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അവിടെ ആദ്യത്തെ ഭാഗം എസ്തേറിന്റെ പ്രത്യേകതകളും രണ്ടാമത്തെ ഭാഗം അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്നുള്ളതും കൂടി എഴുതാം. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് എസ്തേർ ഇത്തരം ഒരു സമയത്തിനായിട്ട് രാജ്ഞിയായി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിലേക്ക് വരുന്നത് എന്നുള്ളത് അത് ദൈവീക പദ്ധതിയായിരുന്നു. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ. പക്ഷെ എന്തു പറ്റി? അങ്ങനെ ഒരു പദ്ധതി ആയിരുന്നിട്ട് പോലും വളരെ മാനുഷികമായിട്ട് എസ്തേറിന് ആദ്യം ഒരു പ്രാഥമിക ഭയമുണ്ടായി. ഷി വാസ് ഇനിഷ്യലി അഫ്രൈഡ് ടു ഗോ ബിഫോർ ദ കിങ്. പക്ഷേ മോർദെഖായിയുടെ വാക്കുകൾ അവളെ ധൈര്യപ്പെടുത്തുകയും സ്വജനത്തോടുള്ള സ്നേഹം നിമിത്തവും അപായം സംഭവിക്കുവാൻ പോകുന്ന തന്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എസ്തേർ അവിടെ തയ്യാറാവുകയാണ്. ഔട്ട് ഓഫ് ലവ് ഫോർ ഹെർ പീപ്പിൾ എസ്തേർ ബിക്കംസ് വില്ലിംഗ് ടു റിസ്ക് ഹെർ ലൈഫ് ടു സേവ് ദ ജൂസ് ഹു ആർ ഫേസിംഗ് ഡേഞ്ചർ. അത് തന്നെ നമുക്ക് അവിടെ പറയാൻ സാധിക്കും. എന്തുകൊണ്ടായിരിക്കാം എസ്തേർ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതിന് സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം പിതാവ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുവാൻ എസ്തേറിനെ തെരഞ്ഞെടുത്തു എന്തെന്നാൽ അവൾ തന്റെ ജീവൻ പണയപ്പെടുത്തുവാൻ തയ്യാറായി. God chose Esther to save his people because she was willing to risk her life. അങ്ങനെ ഏറ്റെടുത്ത ദൗത്യം വളരെ ആഴമേറിയ വിശ്വാസത്തോടും വലിയ കരുതലോടും വിവേകപൂർണമായിട്ടും നിറവേറ്റുന്ന എസ്തേറിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എസ്തേർ fulfilled her mission with deep faith, wise discernment and with a big concern for her people. ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇതാണ് എസ്തേർ ചെയ്ത കാര്യങ്ങൾ. പദ്ധതിയായിരുന്നു, ആദ്യമേ പേടിയുണ്ടായി, എന്നാൽ മോർദെഖായിയുടെ വാക്കുകൊണ്ടും സ്വന്തം ജനത്തോടുള്ള സ്നേഹം കൊണ്ടും മരിക്കുവാൻ പോലും തയ്യാറായി. അവൾ ഏറ്റെടുത്ത ദൗത്യം വിശ്വാസത്തോടും കരുതലോടും കൂടി അവൾ ചെയ്തു. അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഒന്ന്, സ്ത്രീ ധീരതയുടെ മാതൃകയായി പുതിയ യൂതിത്തായി എസ്തേർ കാണപ്പെടുന്നു. ഷീ സ്റ്റാൻഡ്സ് ആസ് എ മോഡൽ ഓഫ് ഫെമിനൈൻ കറേജ് ആൻഡ് സീൻ ആസ് ന്യൂ ജൂദിത്ത്. അതുപോലെ തന്നെ എന്താണ് രണ്ടാമത്?
ബലഹീനരിലൂടെയും ദൈവം തന്റെ ശക്തി പ്രകാശിപ്പിക്കുന്നത് എപ്രകാരം എന്ന് എസ്തേർ തെളിയിച്ചു തന്നു. ഗോഡ് റിവീൽസ് ഹിസ് പവർ ഈവൻ ഇൻ വീക്ക് എന്ന് നമുക്ക് എസ്തേർ കാണിച്ചു തന്നു. മൂന്നാമതായിട്ട് എസ്തേർ സ്റ്റാൻഡ്സ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ ടു ഫൈറ്റ് ഇൻജസ്റ്റിസ് ആൻഡ് ഓവർകം ഫിയർ. നമുക്കെല്ലാം മുന്നോട്ട് പോവാൻ ഭയമുണ്ടെങ്കിൽ പോലും ഭയത്തെ മറികടന്ന് അനീതിക്കെതിരെ പോരാടി വിജയം നേടുവാൻ എസ്തേർ മാതൃക കാണിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എസ്തേറിന്റെ കാര്യത്തിൽ എഴുതേണ്ടത്. രണ്ടാമത്തെ കഥാപാത്രം, പ്രധാന കഥാപാത്രം ആരാണ്? മൊർദെഖായി ആണ്. മൊർദെഖായി എസ്തേറിന്റെ വളർത്തപ്പനും ഉപദേശകനും യഹൂദരുടെ നേതാവുമായിരുന്നു, അല്ലെ? മൊർദെഖായി വാസ് എസ്തേർസ് ഗാർഡിയൻ, കൗൺസിലർ ആൻഡ് ലീഡർ ഓഫ് ദ ജ്യൂസ്. എന്തൊക്കെയാണ് ഇവിടെ മൊർദെഖായി ചെയ്യുന്നത്? രട്ടുടുത്തുകൊണ്ട് നിലവിളിച്ചു കരയുന്ന മൊർദെഖായിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഈ രട്ട് എന്നുള്ളത് ലോകത്തിന്റെ അഹങ്കാരത്തെ എല്ലാം തള്ളിപ്പറയുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം മൊർദെഖായിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, സ്വന്തം ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മൊർദെഖായി. രണ്ട്, സ്വന്തം വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത കാണിക്കുന്ന മൊർദെഖായി. മൂന്ന്, എസ്തേറിന്റെ ഭയാശങ്കകൾ നീക്കി ധൈര്യപ്പെടുത്തി സ്വന്തം ജനത്തിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകത്തക്ക വിധം അവളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന മൊർദെഖായി. നാല്, മുഴുവൻ യഹൂദരെയും ഒന്നിച്ചു നിർത്തുന്ന മൊർദെഖായി. അഞ്ച്, ഒരുപോലെ ഈ സംഭവത്തോട് പ്രതികരിക്കുവാൻ തക്കവണ്ണം ജനത്തെ ഒരുക്കുന്ന മൊർദെഖായി. ഇങ്ങനെ 5 രീതിയിലാണ് മൊർദെഖായിയുടെ നേതൃപാടവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. We can see the leadership qualities of Mordecai through his commitment to the well-being of his people, his faithfulness to God, how he removed Esther's fear, and how he united entire Jewish community, and how he prepared them to respond in solidarity. ഇത്തരത്തിൽ യാക്കോബ് സ്ലീഹ വാക്കിന്റെ ശക്തിയെ പറ്റി, പവർ ഓഫ് ദി ടങ് എന്ന് പറയുന്നതിനെ പറ്റി നമുക്ക് ഇവിടെ മൊർദെഖായിയുടെ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരായിരുന്നു? ദ ജൂസ് ഇൻ പേർഷ്യ. പാർസിയിലെ യഹൂദർ, വിശ്വാസികളായ സഹോദരർ തമ്മിലുള്ള ഐക്യം എപ്രകാരമായിരുന്നു എന്നവർ കാണിച്ചു തന്നു. അതോടൊപ്പം ഒരുമിച്ച് കളക്റ്റീവ് ഫാസ്റ്റിംഗ്, ഒരുമിച്ചുള്ള അവരുടെ ഉപവാസം, അതും എപ്രകാരം ഒരു സ്ഥാനത്തിരിക്കുന്നവരെ നമ്മൾ പിന്തുണയ്ക്കണം എന്നുള്ളതിനെ നമ്മൾ കാണിച്ചു തന്നു. അപ്പം അത് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും എടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ അപ്പത്തിന്റെ അംശങ്ങളായിട്ടുള്ള നാം ഓരോരുത്തരും നമ്മൾ എപ്രകാരം സഭയിലായിരിക്കണം, നമ്മൾ സഹോദരന്മാരായിരിക്കുമ്പോൾ എപ്രകാരം ഈ യഹൂദരെ പോലെ നമ്മുടെ സ്ഥാനത്തിരിക്കുന്നവരും അധികാരത്തിലിരിക്കുന്നവരോടെയും പ്രാർത്ഥനയോടുകൂടി പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളും പങ്കും എന്നുള്ളതിന് നല്ല ഒരു 5 മാർക്കിനോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഈ പോയിന്റ്സ് എല്ലാം തന്നെ ആ ഒരു സീക്വൻസിൽ മനസ്സിലാക്കി, ഒരു സ്റ്റോറി പോലെ തന്നെ മനസ്സിലാക്കി എഴുതുവാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കണം. ഇനി, വൈ വാസ് എസ്റ്റർ ചോസൻ ബൈ ഗോഡ് അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ക്രിസോസ്റ്റം? സ്വർണനാവുകാരനായ ഇവാനിയോസ് പിതാവിന്റെ വാക്കുകളിൽ ദൈവം എസ്തേറിനെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുവാൻ എസ്തേറിനെ തിരഞ്ഞെടുത്തു. എന്തെന്നാൽ അവൾ തന്റെ ജീവൻ പണയപ്പെടുത്തുവാൻ തയ്യാറായി. God chose Esther to save his people because she was willing to risk her life. തന്റെ ജീവനെ കൊടുക്കുവാൻ അവൾ തയ്യാറായതിനാലാണ് എസ്തേറിനെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങൾ നോക്കാം. 11ാമത്തെ ചോദ്യം, എസ്തേർ is seen as dash for her feminine courage. എസ്തേർ അവളുടെ സ്ത്രീ ധീരതയുടെ മാതൃകയായി പുതിയ യൂതിത്തായി, ന്യൂ ജൂദിത്ത് എന്നുള്ളത് ആണ് അവിടെ എഴുതേണ്ടത്. അതിന്റെ അങ്ങനെ പറയാനുള്ള കാരണവും ഹോളോഫെർണസിന്റെ കഥയും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ടെക്സ്റ്റിനകത്തുള്ളത് സ്ത്രീ ധീരതയുടെ മാതൃകയായിട്ട് ആരായിട്ടാണ് കാണപ്പെടുന്നത്? പുതിയ യൂതിത്തായി, ന്യൂ ജൂദിത്ത് എന്ന് എഴുതണം. എസ്തേർ സ്റ്റാൻഡ്സ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? എസ്തേർ എന്തിന് മാതൃക കാണിക്കുന്നു? നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളും അവരുടെ പങ്കും എന്നുള്ളതിനകത്തിൽ എസ്തേറിന്റെ പോർഷൻ ഏറ്റവും ലാസ്റ്റ് ലൈനാണ് നോക്കേണ്ടത്. ഭയത്തെ മറികടന്ന് അനീതിക്കെതിരെ പോരാടി വിജയം നേടുവാൻ എസ്തേർ മാതൃക കാണിക്കുന്നു. എസ്തേർ എന്തിന് മാതൃക കാണിക്കുന്നു? ഭയത്തെ മറികടന്ന് അനീതിക്കെതിരെ പോരാടി വിജയം നേടുവാൻ എസ്തേർ മാതൃക കാണിക്കുന്നു.
Esther stands as an example of how to fight injustice and overcome fear എന്നുള്ളതാണ്. How to fight injustice and overcome fear എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആയിട്ട് എസ്തേർ മാറുന്നു എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. എക്സ്പ്ലെയിൻ അബൌട്ട് ദ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് മൊർദെഖായി. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. മൊർദെഖായുടെ നേതൃത്വ ഗുണങ്ങളെ പറ്റി വിശദീകരിക്കുക. 5 പോയിന്റുകളാണ്. ജനത്തിന്റെ ക്ഷേമം, ദൈവത്തോടുള്ള വിശ്വസ്തത, എസ്തേറിന്റെ ഭയം നീക്കി, ജനത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടി അവരെ ഒരുമിച്ച് ഈ ഒരു ഇതിനോട് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് മൊർദെഖായുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, നേതൃപാടവം എടുത്തു കാണിക്കുന്ന സംഭവങ്ങൾ. ഇനിയും മാച്ച് ദ ഫോളോയിങ് ഒരു ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ ആ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് തന്നേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന്, ന്യൂ ജൂദിത്. ആരായിരിക്കും വരുന്നത്? എസ്തേർ ആണ് വരുന്നത്. ഹഥാക്ക് എന്ന് പറയുന്നത് ഹി വാസ് എ ക്വീൻസ് യൂണക്, രാജ്ഞിയുടെ ഷണ്ടനാണ് ഹഥാക്ക്. ഇനിയും വെപ്പൺ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ ആയുധം എന്ന് പറയുന്നത് ആരാണ്? വലിയമാർ ബസേലിയോസ്, സെന്റ് ബേസിൽ ദ ഗ്രേറ്റ് എന്നുള്ളത് എഴുതണം. ഇനിയും ഗോഡ്സ് ടൈമിങ്, ദൈവത്തിന്റെ സമയം എന്നുള്ളത് കൈറോസ് എന്നുള്ളത് എഴുതുക. ഇനിയും ദൈവത്തിന്റെ സമയം കൈറോസ്. പവർ ഓഫ് ദ ടങ്, വാക്കിന്റെ ശക്തിയെ പറ്റി പറയുന്നത് യാക്കോബ് സ്ലീഹായാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇതാണ് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഇവിടെ നിന്നൊക്കെ ചോദിക്കാം. ചോദിച്ചാൽ ഇതൊക്കെ മാച്ച് ചെയ്ത് എഴുതാനോ അല്ലെങ്കിൽ വൺ വേർഡിനൊക്കെ ചോദിക്കുന്നതും എഴുതാൻ വേണ്ടിയിട്ട് സഹായിക്കും. How did Jews in Persia is an example to brothers in Christ. പെർഷ്യയിലെ യഹൂദന്മാർ ക്രിസ്തുവിലുള്ള സഹോദരങ്ങൾക്ക് ഒരു മാതൃകയായിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടായിട്ട് ഒരു കാര്യത്തോട് പ്രതികരിക്കുന്നു എന്നുള്ളത്, അവരുടെ സഹോദരന്മാർ തമ്മിലുള്ള ഐക്യവും അതോടെ അവരുടെ ഐക്യദാർഢ്യം എപ്രകാരമാണ് എന്നുള്ളതും കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവരോട് ഒരു സഭയിലായിരിക്കുന്നവർ എപ്രകാരമായിരിക്കണം എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് അവർ മാറുകയാണ്. ഇതൊക്കെ ചേർത്ത് ഇവിടെ എഴുതണം. വാട്ട് ആർ ദ കീ ലെസൺസ് ഫ്രം എസ്തേർ 4? എസ്തേർ 4 നിന്നുള്ള പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ 5 പോയിന്റ്സ് പറഞ്ഞു. ഒന്ന്, ദൈവികമായ ഒരുക്കത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, സാമൂഹ്യ നീതിക്കായുള്ള പോരാട്ടം, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി, ദൈവത്തിൽ വിശ്വസിച്ച് അവനിൽ സമ്പൂർണമായി ആശ്രയിച്ച് ജീവിപ്പാൻ സാധിക്കുക, നാം ഓരോരുത്തർക്കും ദൈവികമായ തെരഞ്ഞെടുപ്പ് ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള 5 പോയിന്റ്സ് ആണ്. ഏതൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡിങ് ഡിവൈൻ പ്രിപ്പറേഷൻ, സ്റ്റാൻഡ് ഫോർ റൈച്ചസ്നെസ്, ദി പവർ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ, കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്, ഈച്ച് വൺ ഓഫ് us ഹാസ് ബീൻ ഗിവൻ എ ഡിവൈൻ പേർപ്പസ്. ഇങ്ങനെയുള്ള 5 പോയിന്റുകളാണ് നമുക്ക് എസ്തേർ 4-ാം അധ്യായം നൽകുന്നതായിട്ടുള്ള പ്രധാന പാഠങ്ങൾ. അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, ദൈവിക സമയത്തെ പറ്റിയുള്ള പരിജ്ഞാനം. നമുക്ക് ദൈവ സമയത്തെ പറ്റി, കൈറോസ് എന്നുള്ള വാക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു. മൊർദെഖായി ഇത്തരം ഒരു സമയത്തിനായല്ലോ നീ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അത് ദൈവിക സമയത്തെയാണ്, കൈറോസിനെയാണ് സൂചിപ്പിക്കുന്നത്. സഭാപിതാക്കന്മാർ അതിനെ ദ മൊമെന്റ് ഓഫ് ഡിവൈൻ ഇന്റർവെൻഷൻ, അതായത് ദൈവികമായ ഇടപെടലിന്റെ നിമിഷം എന്ന് വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അവിടെ എഴുതാം. 2-ാമത്തെ പോയിന്റ്, സാമൂഹ്യ നീതിക്കായുള്ള പോരാട്ടം, ദ സ്റ്റാൻഡ് ഫോർ റൈച്ചസ്നെസ്, നീതിപൂർവമായി ജീവിക്കുക എന്നുള്ളത് സത്യത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ മൊർദെഖായി ഇവിടെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മൊർദെഖായിയുടെ ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസവും നമുക്ക് വെളിപ്പെട്ട ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ് ഇസ് ഓൾസോ റിവീൽഡ് ഇൻ ഹിസ് വേർഡ്സ്. 3-ാമത്തെ പോയിന്റിൽ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി എന്നുള്ളതിന് 2 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഹാമാന്റെ തന്ത്രങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളെ പോലെ തന്നെയാണ്. അതിനെതിരെ നമുക്ക് ഉള്ള ആയുധമായിട്ട് ഉപവാസവും പ്രാർത്ഥനയും മാറണം. അവിടെ വലിയമാർ ബസേലിയോസ് പിതാവിന്റെ ഉപവാസത്തെ ആത്മാവിന്റെ ആയുധം, വെപ്പൺ ഓഫ് ദ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ദൈവ ഇടപെടലിന്റെ ഒരുക്കമായിട്ടും ഈ ഒരു ഉപവാസവും പ്രാർത്ഥനയും മാറണം എന്നുള്ളതും കൂടി നമ്മൾ ആ പോയിന്റ് നമ്മൾ പറഞ്ഞു. പിന്നെ 4-ാമത്തെ പോയിന്റ്, ദൈവത്തിൽ വിശ്വസിച്ച് അവനിൽ സമ്പൂർണമായി ആശ്രയിച്ച് ജീവിപ്പാൻ സാധിക്കുക എന്നുള്ളതാണ്. അവിടെ എസ്തേറിന്റെ ഒരു ജീവിതം നമുക്ക് 2 കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. അതുപോലെ നമ്മുടെ മനുഷ്യന്റെ ബോധ്യങ്ങൾക്ക് അപ്പുറമാണ് ദൈവപ്രവൃത്തി എന്നുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയത്. എന്തൊക്കെയാണ്?
Esther's decision reminds us that with God all things are possible and God's work is beyond human understanding എന്നിങ്ങനെയുള്ള 2 പോയിന്റുകളാണ്. അവസാന ഭാഗം ഈച്ച് വൺ ഓഫ് us has been given a divine purpose. ദൈവികമായ തിരഞ്ഞെടുപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് മേൽ പറഞ്ഞ 4 പോയിന്റുകൾ എന്ന് പറഞ്ഞാണ് നമ്മൾ ആ ഭാഗം ഞാൻ ക്ലാസ്സിന്റെ സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് ഓടിച്ചു വിട്ട് പറയുന്നത്. അത് ആ ടെക്സ്റ്റ് നോക്കി പോയിന്റ് ആയിട്ട് ഒന്ന് എഴുതി മനസ്സിലാക്കിയാൽ മതിയാവും. ഇനി വിച്ച് വേർഡ്സ് പോയിന്റ് ടു ദി കോൺസെപ്റ്റ് ഓഫ് ഗോഡ്സ് ടൈമിംഗ്? ദൈവത്തിന്റെ സമയം എന്ന ആശയത്തിലേക്ക് സൂചിപ്പിക്കുന്ന മൊർദെഖായിയുടെ വാക്കുകൾ ഏതാണ്? ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്നുള്ള മൊർദെഖായിയുടെ വാക്കുകൾ ദൈവത്തിന്റെ സമയം കൈറോസ് എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. And who knows but that you have come to your royal position for such a time as this. എസ്റ്റർ 4:14 ആണ് കേട്ടോ. 14 വാക്യമാണ് ദൈവത്തിന്റെ സമയത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ. ഇനി Church fathers explain Kairos as the dash, moment of divine intervention. സഭാപിതാക്കന്മാർ കൈറോസിനെ ദൈവികമായ ഇടപെടലിന്റെ നിമിഷം എന്ന് വിശദീകരിക്കുന്നു. ദൈവികമായ ഇടപെടലിന്റെ നിമിഷം, ദി മൊമെന്റ് ഓഫ് ഡിവൈൻ ഇന്റർവെൻഷൻ. ഇനി explain how Mordecai's protest become a stand for righteousness. മൊർദെഖായിയുടെ പ്രതിഷേധം നീതിക്ക് വേണ്ടിയുള്ള നിലപാടായി മാറിയത് എങ്ങനെ? നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിരുന്നു. എന്തൊക്കെയാണ്? മൊർദെഖായിയുടെ ജീവിതം എന്നുള്ളത് നീതിപൂർവം ജീവിച്ച ഒരാളാണ് മൊർദെഖായി. അപ്പം നീതിക്കായി നിലനിൽക്കുക എന്നുള്ളത് സത്യത്തിനായിട്ടുള്ള ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ എസ്തേർ ആദ്യം ഭയപ്പെടുമ്പോൾ ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് നീ ഉയർന്നു വന്നത് അല്ലെങ്കിൽ രാജസ്ഥാനത്തേക്ക് വന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നത് തന്നെ മൊർദെഖായിയുടെ സത്യത്തിന് വേണ്ടി മുഴങ്ങിക്കേട്ട ശബ്ദമാണ്. അതോടൊപ്പം ഇങ്ങനെയാണ് പറയുന്നത്, ഇന്ന് നീ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ദൈവജനത്തിന് രക്ഷയുണ്ടാകും. അത് മൊർദെഖായിയുടെ ദൈവത്തിലുള്ള ഉത്തമ വിശ്വാസവും അവിടെ എടുത്തു കാട്ടുന്നു എന്നൊക്കെ ചേർത്ത് അവിടെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. എക്സ്പ്ലെയിൻ ദ പവർ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ. അഗെയിൻ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി വിവരിക്കുക. 2 കാര്യങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. 1, സാത്താനെതിരെയുള്ള ആയുധമായിട്ട് ഉപവാസവും പ്രാർത്ഥനയും മാറണം. 2, ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടിയുള്ള ഒരുക്കമായിട്ട് മാറണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇറ്റ് ഷുഡ് ബി a time for the preparation for God's intervention. ദൈവത്തിന്റെ ഇടപെടലിനുള്ള അവസരമായിട്ട് ഒരുക്കമായിട്ട് അത് മാറണം എന്നുള്ളതാണ്. അതോടൊപ്പം സെന്റ് ബേസിൽ ദ ഗ്രേറ്റ് വലിയമാർ ബസേലിയോസ് പിതാവിന്റെ കോട്ടിങ്ങും കൂടി വെപ്പൺ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ ആയുധമായിട്ടും ഒക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇനി വാട്ട് ഇസ് ഫാസ്റ്റിംഗ് അക്കോർഡിംഗ് ടു സെന്റ് ബേസിൽ ദ ഗ്രേറ്റ്? വലിയ മാർ ബസേലിയോസ് ഉപവാസത്തെ എന്തായി വിശേഷിപ്പിക്കുന്നു? ആത്മാവിന്റെ ആയുധമായിട്ട് വിശേഷിപ്പിക്കുന്നു. വെപ്പൺ ഓഫ് ദ സ്പിരിറ്റ് എന്നുള്ളത് എഴുതുക. എക്സ്പ്ലെയിൻ ദ ഡിവൈൻ പർപ്പസ് ഗിവൻ ടു ഈച്ച് വൺ ഓഫ് us ആസ് പെർ എസ്തേർ 4. എസ്തേർ 4 പ്രകാരം നാം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ദൈവികമായ തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? 1, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. വി നീഡ് ടു പ്ലേസ് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. 2, ദൈവത്തോടും സമൂഹത്തോടുമുള്ള കടമ ധീരതയോടെ നിറവേറ്റണം. ആക്ട് കറേജിയസ്ലി ടു ഫുൾഫിൽ അവർ ഡ്യൂട്ടീസ് ടു ഗോഡ് ആൻഡ് സൊസൈറ്റി. 3, പ്രതിസന്ധികളെ ദൈവാശ്രയത്തോടെ തരണം ചെയ്യണം. ഓവർകം ക്രൈസിസ് വിത്ത് ഡിവൈൻ ഹെൽപ്പ്. 4, ഹാമാനെ പോലുള്ള ദുഷ്ടശക്തികളെ എതിർക്കുവാനും നമുക്ക് കഴിയണം. വി ഷുഡ് ഒപ്പോസ് വിക്കഡ് പീപ്പിൾ ലൈക്ക് ഹാമാൻ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ദൈവിക തെരഞ്ഞെടുപ്പ് ലഭിച്ചവരായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രിപ്പറേഷൻസ് ഫോർ ഡാഷ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് പ്രാർത്ഥനയും ഉപവാസവും എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈം ഓഫ് പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രിപ്പറേഷൻസ് ഫോർ ഡിവൈൻ ഇന്റർവെൻഷൻ എന്നുള്ളതാണ്. ഇനി ഇതിന് മുമ്പത്തെ ഒരു ഭാഗമാണ്. അക്കോർഡിംഗ് ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28, ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ് ഫോർ ദ ഗുഡ് ഫോർ ഹിം. റോമർ 8:28 അനുസരിച്ച് ആർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഈ കീ പോയിന്റ്സ് പറഞ്ഞതിനകത്ത് ഫസ്റ്റത്തെ പോയിന്റിന്റെ അവസാനത്തെ വാക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ആർക്കാണ് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എന്നുള്ളത് എഴുതണം. അത് ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻഡ് വി നോ ദാറ്റ് ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ലവ് ഹിം,
who have been called according to his purpose. 2 പോയിന്റുകളാണ്. ഒന്ന്, അവനെ സ്നേഹിക്കുന്നവർക്ക്, those who love him. 2, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, those who have been called according to his purpose. അപ്പം ഇത്രയുമൊക്കെയാണ്. ഇനിയും ഇതിനപ്പുറം ഒത്തിരി, ഇതിനെക്കാട്ടിലും കൂടുതൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച്, ഇനി മറ്റൊരു സാധ്യത ഞാൻ പറയാം. എല്ലാ ചാപ്റ്ററുകളിലും നമ്മൾ കീ ലെസൺസ് ഒക്കെ കണ്ടു പഠിച്ചു അല്ലേ? അപ്പം ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂസിങ് ആയിരിക്കും, ഇത് ഏതിൻ്റെ ആയിരുന്നു എന്നുള്ളത്. നമ്മൾ 3 മാർക്കിനും ഒക്കെയുള്ള പോയിന്റ്സ് ആയിട്ട്. അപ്പം ഇതൊക്കെ എഴുതി വെച്ച് നോട്ട് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞാനിപ്പോൾ ഒന്നുകൊണ്ടൊന്ന് ചോദിക്കാം, എന്തായിരുന്നു എസ്തേർ 4 നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ? 3 പോയിന്റ് ആണ് പ്രധാന സന്ദേശങ്ങൾ. എന്തൊക്കെയാണ്? ഫെയ്ത്ത്, കറേജ് ഇൻ ടൈംസ് ഓഫ് ഡേഞ്ചർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിവൈൻ ടൈമിംഗ് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഓർത്തിരിക്കുവാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുന്നത് സഹായിക്കും. എന്തൊക്കെയായിരുന്നു പ്രധാന സന്ദേശങ്ങൾ? വിശ്വാസം, അപായ സമയത്തെ ധൈര്യം, ദൈവികമായ സമയജ്ഞാനം. അപ്പം ഈ തരത്തിൽ ഉള്ള പോയിന്റുകൾ എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ഓർത്തിരുന്ന് പഠിക്കുമ്പോൾ അത് പരീക്ഷയ്ക്ക് വേണ്ടി സഹായിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പലരും PDF ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ PDF ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനെ ക്ലാസ്സസിൻ്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസും കൂടി ഇങ്ങനെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലാസ്സസ് എടുത്തു കഴിഞ്ഞിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചാപ്റ്റേഴ്സ് തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ PDF ആയിട്ട് വല്ലതും അത് ഷെയർ ചെയ്യാനുള്ള മാർഗ്ഗം എന്തെങ്കിലുമൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.